SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. മാറ്റി വെച്ചിട്ട് ഇനി 1 മണിക്കൂർ കൂട്ടുകൂടാച്ചിരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് ബർജർ പെയിൻസ് ബൈ ദ കോട്ട് ലോങ് ലൈഫ് സ്റ്റാർ മാജിക്. അങ്ങനെ എല്ലാ വീടുകളിലും ഇപ്പൊ 10th 11th 12th സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ചൂട് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കായിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ആനിമേറ്റഡ് ഫോർമാറ്റിലായിട്ടായിരിക്കും, വീഡിയോ സഹിതമായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അധികം സ്കൂളിലൊന്നും പോവാതെ ഇപ്പൊ പതുക്കെ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്കായിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെ നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90+ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ്. കാരണം ഹോം ടെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റനെയർ ഒക്കെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഒരുക്കുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാത്തവർ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ, പഠിച്ചോളൂ. ഇതാരത്? അക്ഷരച്ചക്കരയോ? മൈക്കോട്ടൊന്ന് വന്ന് ചോദിക്കട്ടെ. എനിക്ക് എപ്പോ കണ്ടാലും ഇങ്ങനെ കടിക്കാൻ വേണ്ടി തോന്നുന്നു. എന്തൊരു ഭംഗിയല്ലേ യെല്ലോ കോസ്റ്റ്യൂം. ഞാൻ പ്ലീസ്. അക്ഷരക്ക് ചേച്ചി ഉണ്ടോ? എന്താ ചെയ്യണ ചേച്ചി? 11th ചേച്ചിയുടെ പേരെന്താ? അഖില കിഷോർ. ഓക്കെ, അപ്പൊ അഖില എന്താ വിളിക്കുക? അക്കുന്ന് വിളിക്കും. അക്കു ഹായ്. ഞങ്ങളുടെ ഹായ്. നമ്മൾ എന്താ വിളിക്കണേ വീട്ടില്? എന്നെ ചക്കരാന്ന് വിളിക്കും, വാവാന്ന് വിളിക്കും. ഇത്ര നമ്മള് ചക്കരാന്ന് വിളിച്ചിരുന്ന കൊറേ പേര് ചക്കരാന്ന് വിളിക്കും. അമ്മ വിളിക്കും, അച്ഛനും വിളിക്കും. ആരെ വാവാന്ന് വിളിക്കണേ? ചേച്ചി. ഏത് ചേച്ചി? അക്കു ചേച്ചി. ശരി, ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ചക്കരാന്ന്. ഈ കൂട്ടത്തില് ചക്കരയെന്ന് വിളിക്കണ ആരൊക്കെയാ? ആരും വിളിക്കാറില്ല. ശരിയാ, ലക്ഷ്മി ചേച്ചി. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചക്കരയെന്നോ വാവേന്നൊക്കെ വിളിക്കണുണ്ടോ നിങ്ങളെ വീട്ടില്? യുവേ വിളിക്കുന്ന പറഞ്ഞു. മൃദുലല്ലേ വിളിക്കുക? അല്ല, ചെറുപ്പത്തിൽ വിളിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ എത്ര വയസ്സിൽ തുടങ്ങിയത് നിങ്ങൾ തമ്മിൽ? മൃദുലല്ല, വീട്ടില്, എന്റെ വീട്ടില്. പൊന്നോ, ചേട്ടൻ എന്താ വിളിക്കുക? ഓർമ്മയില്ലേ? സുതിക്കുട്ടനും പിന്നെന്തായിരുന്നു തിരിച്ചങ്ങോട്ട് വിളിക്കണേ? ബാവക്കുട്ടനും സുതിക്കുട്ടനുമാണ്. കിഷോറേട്ടാ, വൈഫ് സ്നേഹം വരുമ്പോ ഉണ്ണിനെ എന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന പേരാണ് ഉണ്ണി. ശ്രീവിദ്യ. എന്നെ നാട്ടിലും എല്ലാരും വിളിക്കണം. നാട്ടിൽ വിളിക്കുന്ന കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. പിന്നെ അത് ഞാൻ അറിയാതെ വിളിക്കണത്. ഞാൻ അറിഞ്ഞോണ്ട് എല്ലാരും ചിന്നുന്നാണ്. പിന്നെ അമ്മ കുഞ്ഞിന്ന് വിളിക്കാറ്. എനിക്കൊരു അപര നാമോ അല്ല, എന്റെ പേരിൽ വേറൊരു അപര. ലക്ഷ്മി ചേച്ചിനെ എന്താ വിളിക്കുക? ചിന്നൂന്ന്. നമ്മള് ചിന്നസാണ്. എന്നെ അമ്മ വിളിക്കണ കുഞ്ഞീന്ന. കുഞ്ഞീന്ന് ഇടയ്ക്ക് വിളിക്കും. ദേഷ്യം വരും. കുട്ടി. എന്നെ അമ്മ വിളിക്കാറുണ്ട്, സോനൂന്ന് വിളിക്കാറ്. ഞാൻ വിളിക്കണോ? എന്നെ എപ്പോഴും നീ 1ാം നമ്പർ. ശരി, സോന. ഇനി അവിടെ ഉണ്ണേട്ടനാണ് അല്ലേ? ഓഫ് കോഴ്സ്. നമ്മുടെ ഈ ചേട്ടനെ കാണുമ്പോണ്ടല്ലോ നമുക്കൊരു പേരിടാം. ഇപ്പൊ കുഞ്ഞു ബേബീസിനൊക്കെ പേരിടില്ലേ, അതുപോലെ ഈ ചേട്ടനെ കാണുമ്പോ, ഈ അങ്കിളിനെ കാണുമ്പോ, സോറി, ഈ കുഞ്ഞോനെ കാണുമ്പോ എന്താ പേരിടാന്ന് തോന്നണേ? എന്നിട്ട് ആ പേരിട്ടിട്ട് ഇങ്ങനെ താടിയിൽ തട്ടിയിട്ട് കൊഞ്ചിക്കും. കുട്ടിയുടെ കോൺസെൻട്രേഷൻ കളയരുത്, വെരി സീരിയസ്. കൊഞ്ചിക്കണം കേട്ടോ. എന്നിട്ട് പോയിട്ട് ഉണ്ണിക്കുട്ടൻ. അത് വേണ്ട, അത് വേണ്ട. നല്ല മാച്ച് ഉണ്ട്. ഇല്ലല്ലേ, ഇവിടെ വേറെ ഉണ്ണിക്കുട്ടനുണ്ട്. ഞാൻ പറയട്ടെ. പറഞ്ഞു കറക്റ്റ്. എങ്ങനെ നന്നായി കൊഞ്ചിക്കുക പേരിട്ടിട്ട്? ഇന്ന് അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഗെയിമില്. ശരി, ഇനി അടുത്തത് നമ്മൾ ആരെയാ പറയാ? ഐഷു. ഐഷുന്റെ എന്റെ പെറ്റ് നെയിം? എന്നെ വീട്ടിലെല്ലാരും ഐശ്വര്യ എന്നാ വിളിക്കുന്നത്. ഐശ്വര്യ. ഞാൻ ഇവിടെ സ്റ്റാർ മാജിക്കിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാരും ഐഷു ഐഷു എന്ന് വിളിച്ചത്. ഇപ്പൊ നാട്ടുകാർ മൊത്തം ഐഷു. ഇപ്പൊ ശരിക്കും ആ പേരിനോടല്ലേ ഇപ്പൊ എനിക്ക് ഐഷു എന്ന് വിളിക്കുന്നത്? വീട്ടുകാരോട് ഒരു ദേഷ്യം തോന്നല്ലേ ഇത്രയും? എന്നെ അമ്മ അച്ഛനൊക്കെ ഐശ്വര്യ അങ്ങനെ വിളിക്കും. ഇപ്പോഴാണ് പേരറിയുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പോഴാണ് എല്ലാരും ഐഷു ഐഷു ഇവിടെ വന്നേ. ശരി, ഓക്കെ. ഈ അനുചേച്ചിക്ക് എന്ത് പേരാ നമ്മൾ ഇടുക? ഇരിക്കണ ഇരിപ്പും, ആ 2 ഭാഗത്ത് ആ മുടിക്കെട്ടും, ആ തല്ലുവിളിത്തരോ, കുഞ്ഞു. നല്ല മാച്ച് ഉണ്ട് സ്വഭാവത്തിനാ. ഇനി ഷിയാസ് മാമയെ നമ്മൾ എന്ത് വിളിക്കും? നിനക്ക് എന്ത് വേണേ വിളിക്കാം അങ്കിളിനെ? ടവറോ? ടവർ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞു തന്നത്.
ആര് പറഞ്ഞതാലും ഉള്ളിന്റെ ഉള്ളിന്ന് അച്ഛാന്ന് വിളിച്ചല്ലോ മോളെ നീ എന്നെ. അയ്യോ അന്ന്. ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു സീക്വൻസ് തരാൻ പോവാ കേട്ടോ. അതായത് ഇപ്പൊ കൊറോണയൊക്കെ അല്ലേ, നമുക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ അതാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വാശി പിടിക്കണം, എനിക്ക് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അതായത് എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അച്ഛനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ലാസ്റ്റ് അച്ഛൻ പറയണം, ഞാൻ പാർക്കിൽ കൊണ്ട് പോവാം മോളെ, അങ്ങനെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് കാണണം. അച്ഛൻ പേപ്പർ വായിക്കുക, അക്ഷരം അറിയണേ. എനിക്കൊന്ന് കാണണം. അക്ഷരം വായിക്കാൻ അറിയാത്തതാണ് അല്ലാതെ. നിങ്ങൾക്ക് കണ്ണട വെച്ചു. അച്ഛാ എനിക്ക് പാർക്കിൽ പോണം. എന്താ മോളെ പാർക്കിൽ പോണം. ഏത് പാർക്കില്? ഇവിടെ എവിടെങ്കിലും ഒരു പാർക്ക് സുഭാഷ് പാർക്കിലാണോ? എവിടെങ്കിലും പോയാൽ മതി. ഇവിടെ ഒന്നും പോണ്ട മോളെ, ഈ കൊറോണ. അത് കുഴപ്പമില്ല, നല്ല പാർക്കല്ലേ, കുഴപ്പമില്ല. അമ്മ എടുത്ത് പറയും. ഇല്ല പറ്റില്ല, അമ്മ സമ്മതിക്കുന്നില്ല. അച്ഛനോട് പറയാനാ പറഞ്ഞേ. മോളെ ഇപ്പൊ പോണ്ടാന്ന്. ഇല്ല വരണം, അടുത്ത ആഴ്ച അച്ഛൻ ഇല്ല, കൊണ്ടുപോവാ. പോണം. മോളെ ഇത് അച്ഛന്റെ അടുത്താണ്, പോലീസ് സ്റ്റേഷനിലാണ്. ഇല്ല, ഇന്റിമസി കാണാനാ മോളല്ലേ? ഇന്ന് പോണം, ഇന്ന് പോണം, ഇന്ന് പോണം. വാശി പിടിക്കല നല്ല അടി കിട്ടു കേട്ടോ. കൊച്ചിനെ ചെള്ളൊക്കെ കുത്തും. കൊച്ചിനെ മാമന്റെ മോളടുത്ത് കൊണ്ടാൻ പറ. മാമ വിളിക്കുന്നു. മാമ അച്ഛൻ വാശി പിടിച്ച് ഉപദ്രവിച്ച് സമ്മതിപ്പിക്കണം. മൈക്കിന് വേണ്ടി ഞാൻ പിടിച്ചു കേട്ടോ. മോളെ ഞാൻ പറഞ്ഞേക്ക് എനിക്ക് കുലിക്കാൻ പറ്റത്തില്ല. മോളെ അച്ഛൻ കൊണ്ടുപോവാം. ഇന്നലെ അടുത്ത ആഴ്ച, അടുത്ത വീക്ക് പറ്റില്ല, ഇന്ന് എന്നെ കൊണ്ടുപോകണം, ഇന്ന് എന്നെ കൊണ്ടുപോകണം. തന്നെയാലോ നീ വാശി. കുളിക്കാൻ പറ്റുന്നില്ല മക്കളെ. അതെവിടെ അല്ല ഇതൊക്കെ ഞാൻ വീഴും മിക്ക. ഞാൻ അങ്ങളെ പിടിച്ചോളാം. ഇടി അവന്റെ മോഞ്ചക്കിടി. ആ താടിയെ പിടിച്ച് വലിക്കുമോളെ മുടിയില്. പിടിച്ച് വലിക്ക്. എനിക്ക് കിട്ടും. ഇല്ല നിനക്ക് കിട്ടും. നിനക്ക് പാർക്കിൽ പോകാൻ പൈസ കിട്ടും. അതാണ് വലിച്ചു പിടിയാ. അച്ഛന്റെ താടി പിടിക്കരുത്. അയ്യോ തലയ്ക്ക് അങ്കിള് അങ്ങനെയൊക്കെ പറയും. അച്ഛനെ റെസ്പെക്ട് ചെയ്യണം. മാതാ പിതാ ഗുരു അച്ഛൻ അപ്പൊ എന്താണ് രണ്ട് തന്തമാരോ? മാതാ പിതാ അച്ഛൻ. അച്ഛനും പിതാവും ഒന്നാടെ അണ്ണാ. അച്ഛൻ മോളെ അടുത്ത വീക്കെൻഡിൽ കൊണ്ടുപോകാം കേട്ടോ. ഈ കൊറോണയൊക്കെയാണ്, മാസ്ക് ഒക്കെ വെച്ച് അടുത്ത വീക്കെൻഡിൽ അച്ഛൻ കൊണ്ടുപോട്ടോ. മതിയടാ ഓവറായെന്ന് പോയിരുന്നു. ശരിയല്ല. അച്ഛനെ നമുക്ക് മാറ്റി പിടിക്കണം. അതും ഒരു കാര്യം വാശി പിടിച്ച് പറഞ്ഞ കുട്ടി ആദ്യമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ കേൾക്കണം. പക്ഷെ ചിരിയിലുണ്ട് ഭയങ്കര കുലുങ്ങി ചിരി, ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ. അപ്പൊ ഈ ചക്കര വാവ രണ്ടുപേരുണ്ട്. ചക്കര എന്ന് വീട്ടിൽ വിളിക്കും, വാവ എന്ന് വിളിക്കും. നമ്മള് ചക്കര വാവേന്ന് നമ്മൾ കൂടുതലും ചക്കരാന്നാ പറയും. ശരി, അപ്പൊ ഏതായാലും ഈ ചക്കര എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഒരുമിച്ച് പറയേ, ഇത് സ്റ്റാർ മാജിക്. ഇനി കളർ മാറാനോ. അപ്പൊ അക്ഷരക്കുട്ടി, നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ വന്നിട്ട് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞേ? നല്ല രസമുണ്ടായിരുന്നു ഗെയിം കാണാന്നൊക്കെ പറഞ്ഞു. അവർക്ക് തന്നെ കളിക്കാൻ തോന്നുന്നു. ആണല്ലേ? ഈ എന്താ പറയാ, ഈ ഗെയിമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് പാട്ട് പാടും നല്ല ഡാൻസറാന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യല്ലേ? അല്ലേ? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഇന്ന് നമുക്കായിട്ട് ഒരു ഡാൻസ്, എത്ര നാള് കഴിഞ്ഞിട്ട് അക്ഷരക്കുട്ടിയെ കാണണേ അല്ലേ? അവർക്ക് വേണ്ടിട്ട് ഒരു ഡാൻസ് നമുക്ക് ചെയ്താലോ? ഏത് പാട്ട് ഇട്ട് തരണ്ടേ? കാട്ടുപയലേ എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ ഒരു അടിപൊളി ഡാൻസ് നമ്പർ നമ്മുടെ ചക്കരക്കുട്ടിയുടെ. സൂപ്പർ ചക്കര. ഇതാരിത് പഠിപ്പിച്ചെന്നെ? ഓരോ സ്റ്റെപ്പും ഒരു തരി പോലും ആലോചിക്കാണ്ട് കറക്റ്റ് പക്ക അടിപൊളിയായിട്ട് കളിച്ചേ. ഇതാരെ പഠിപ്പിച്ചെന്നെ? ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു. രസമായിട്ട് കളിച്ചൊരു വലിയ കടി. എവിടെയും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ തെറ്റലോ ഒന്നുമില്ല. എല്ലാം അടിപൊളിയായിട്ട് കളിച്ചു. ഒരു വലിയ കഴിവ് എടുക്കണം അല്ലേ? ഇതിന്റെ ഇടയിൽ ഡബ് സ്മാഷ് അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓൾറൗണ്ടർ ആണ്. പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ഡബ് സ്മാഷ് ചെയ്യും, ഞങ്ങൾ അഭിനയിക്കും അല്ലേ? ഉർവശി ചേച്ചിയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതൊക്കെ കണ്ടോ, ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. ഉർവശി ചേച്ചിയുടെ ഒരു മൂവിയുടെ ഒരു ക്ലിപ്പ് വരട്ടെ, ഡബ് സ്മാഷ് ചെയ്യാം? ശരി, ഓക്കേ, ഇപ്പൊ കാണാം. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ.
3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ, എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനിന്ന് ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മാങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. എന്തൊരു അടിപൊളി പെർഫോമൻസ്. ഈ പെട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ? അടിപൊളി അടിപൊളി. ഇങ്ങനെ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതലുള്ളത്? കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പാവകൾ അങ്ങനത്തൊക്കെയാണ്. എല്ലാം പെട്ടെന്ന് കേടാക്കോ അതോ എടുത്തു വെക്കോ? പണ്ട് ചിലതൊക്കെ ഇങ്ങനെ കേടാക്കും. ഒത്തിരി കുറവൊക്കെ ഉണ്ട് അല്ലേ? അച്ഛനാണോ അമ്മയാണോ കൂടുതൽ സ്ട്രിക്റ്റ്? രണ്ടുപേരും സ്ട്രിക്റ്റ് ആണ്. അത്യാവശ്യം സ്ട്രിക്റ്റാ. അതെന്താ കുട്ടിയുടെ കുറുമ്പോണ്ടാണോ അതോ അവരുടെ കുറുമുണ്ടായിരിക്കും. അയ്യോടൊക്കെ സത്യം പറയണോ? ശരി, അവളെ ഈ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കൈയടിക്കാം. ഞാൻ ചോദിക്കട്ടെ, മുടിയുടെ രഹസ്യം എന്താ? രഹസ്യം എന്തൊക്കെ ചെയ്തു തരും? എന്തൊക്കെ ചെയ്യും? മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. കണ്ണാടിയുടെ മുന്നിൽ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വേറൊരു ഹോബിയും കൂടി ഉണ്ടല്ലോ, അമ്മൂമ്മ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. അമ്മൂമ്മ മേക്കപ്പ് ചെയ്യാനാണ് പ്രധാന ഹോബി. മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അത് ഞാൻ അമ്മയുടെ വീട്ടിൽ പോയപ്പോ മുത്തശ്ശിക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ പേര് കാർത്തിയായനി. ശരി, പിന്നെ മുടിയുടെ രഹസ്യം എന്താ? എന്തൊക്കെ ചെയ്യാ അക്ഷരം? ഒന്നും ചെയ്യാറില്ല. അമ്മ എന്താ ചെയ്തു തരിക? കാച്ചി വെളിച്ചെണ്ണ മാത്രം തേക്കും. മതിയല്ലോ, ധാരാളം അല്ലേ? അതേ തേക്കാറുള്ളൂ. അമ്മുടി വെട്ടുണ്ടോ? ആ, ഇടയ്ക്ക് വെട്ടാറുണ്ട്. അങ്ങനെയല്ല, തുമ്പ് വെട്ടിക്കോളൂ, അല്ലാണ്ട് ഷോർട്ട് ആക്കണ്ട. എനിക്ക് കുറച്ചും കൂടെ ഷർട്ടാ ഇഷ്ടം. അങ്ങനെ ഇപ്പൊ ഷോർട്ട് വേണ്ട അല്ലേ? അടുത്ത വർഷം ഹൈസ്കൂളിലാവാൻ പോണ കുട്ടിയാണിത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മുടെ എന്താ ബാലമോൾ അല്ലേ? ഓക്കെ, അപ്പൊ ബാലമോൾക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. താങ്ക് യു. എന്നെ മനസ്സിലായില്ലല്ലേ? സാധാരണ ഞാൻ വരുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാറാ പറയുന്നത്. ഞാൻ പ്രശസ്ത സീരിയൽ മെഗാ സീരിയൽ എഴുത്തുകാരൻ ലാകേഷ് കുമാർ. കേട്ടിട്ടുണ്ടാവും നിങ്ങള്? നിന്നെ ചെവിക്കാത്ത പൊറ്റയാണോ? ഞാനിപ്പോ പറഞ്ഞില്ലടാ, ഞാൻ പ്രശസ്ത മെഗാ സീരിയൽ എഴുത്തുകാരൻ ലാകേഷ് കുമാർ. ഞാൻ പറഞ്ഞില്ലേ? നീ പറഞ്ഞ കേട്ടില്ലേ? കേട്ടില്ലേ? എന്തായാലും ഇവൻ പറഞ്ഞ കേട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ കേട്ടില്ലെന്നും ഇവൻ പറഞ്ഞ കേട്ടില്ലെന്നും ഞാൻ പറഞ്ഞ കേട്ടില്ലെന്നും. അങ്ങനല്ല. ചേട്ടാ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് പേര് പറഞ്ഞു പോയില്ലടവേ. അല്ല, എന്റെ പേര് ഈ മറ്റേ ഒരു വലിച്ചിലുള്ള പേരാണ്. ലാകേഷ് കുമാർ, പ്രശസ്ത മെഗാ സീരിയൽ എഴുത്തുകാരൻ ലാകേഷ് കുമാർ. ലാകേഷ് കുമാർ ഭയങ്കര ലാഗാണല്ലോ ചേട്ടാ അത്. പിന്നെ ഞാൻ മെഗാ സീരിയൽ എഴുതുന്ന ആളല്ല, ഞാൻ ലാഗ് പിടിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ എന്റെ പേര് ഞാൻ ലാകേഷ് കുമാറുടെ പെട്ടെന്ന് കുമാർന്ന് കേടാൻ പറ്റും. ഇത് സ്മോളും കള്ളവാറ്റും ചാരയൊന്നും അല്ലത്. എടാ, ഇത് ഞാൻ നോവൽ എഴുതാൻ പോണ ഞാൻ ആളാണല്ലോ ഞാൻ. അപ്പൊ അതിനത് നോവൽ എഴുതാൻ വേണ്ടിയുള്ള മഴി. അത് മഴി പേനയിലൊക്കെ എഴുതി ഒട്ടിക്കണ മഴയില്ലേ? ഇത് തന്നെ എന്റെ പ്രശ്നം. എനിക്ക് ഈ ഷാ കിട്ടില്ല. ഷാ എന്ന് പറഞ്ഞ അക്ഷരം എനിക്ക് കിട്ടില്ല. ചേട്ടനെ പക്ഷി എന്നൊന്ന് പറഞ്ഞേ. പഴി. ഞങ്ങളുടെ കുട്ടി മുത്തു മുത്തു പോലെ പറയും. പറയൂ. പക്ഷി. പക്ഷി. മോക്ഷം. മോക്ഷം. കണ്ടോ? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മഷി. മഷി. അയ്യോ, കൊച്ചു പറഞ്ഞ തെറ്റാ. മഴി. മഴി. ഒട്ടക പക്ഷി. ഒട്ടകപ്പഴി. അല്ല, ഇതിനകത്ത് എന്താ ചേട്ടാ ചാക്കില്? ഇത് മഴി. പേന. ഓ, ഭാഗ്യം. ആമുഖമാണ് പുതിയ സീരിയലിന്റെ. ഇത് എന്റെ പുതിയ സീരിയലിന്റെ ആമുഖമാണ് ഈ കാണുന്നത്. തിരക്കഥ
വൺ ലൈൻ എന്ന് പറയും. അയ്യോ ഇത്രയാ ഇതാ, സീരിയലിന്റെ പേരെന്നാ? അറബിക്കടലിന്റെ അറ്റം തേടി, അതാണ് എന്റെ പുതിയ സീരിയൽ. അപ്പൊ അത് ഒരിക്കലും തീരാ പോണല്ലോ. തീരരുതല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന ലക്ഷ്മിയെ കാണാനാ? ഞാൻ എന്റെ പുതിയ സീരിയലിലേക്ക് ഒരു കിഷോറിനെ വിളിക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. നിന്നെ വിളിക്കാൻ വന്നടേ. ഇപ്പൊ കിഷോറിന്റെ ഷാപ്പിലക്കറി മാത്രമേ ഉള്ളൂ, ചെയ്യാറില്ല. ഓക്കെ, അതിന് നിന്നെ ആരാ വിളിച്ചേ? അല്ല, കിഷോർ എന്ന് പറഞ്ഞാ ഞാൻ നിന്നെ വിളിക്കാൻ വന്ന, ഞാൻ അക്ഷര കിഷോറിനെ വിളിക്കാൻ വന്നു. ഈ കുട്ടിക്ക് ഇതിനകത്ത് 3 വേഷമാണ്. ഈ കൊച്ചിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് ഈ കൊച്ചിനെ എന്റെ സീരിയലിലേക്ക് ഞാൻ അല്ലാതെ വിളിക്കാൻ വേണ്ടി വന്നു. ചോദിക്കണം കേട്ടോ. നമ്മളെ ലക്ഷ്മി ഉത്തരവാദിത്തമായിട്ട് അല്ലല്ല, അങ്ങനെ ഒരാൾ വിളിക്കാൻ വന്നാലും സ്വാഭാവികമായിട്ടും മോളെ വിളിക്കാൻ വന്നിരിക്കുകയാണ് സീരിയലില് ചാൻസ് പറയാൻ വേണ്ടിട്ട് അങ്കിള് വന്നതാ. കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചോളാം. അത് ഈ കുട്ടി അഭിനയിക്കുന്നത് 3 വേഷമാണ് ചെയ്യുന്നത്. 3 വേഷം. ആദ്യം ഈ കുട്ടിയുടെ ബാല്യം. ഈ ബാല്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുട്ടി കല്യാണം കഴിച്ച് ഈ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന ഒരു സീനുണ്ട്. സീനല്ല, ഒരു ഭാഗം. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി മുത്തശ്ശിയായിട്ട് വരുന്ന ഒരു ഭാഗം. അങ്ങനെ 3 ജനറേഷന്റെ മൊത്തം ഞാൻ ഒപ്പിയെടുത്തു. അല്ല, അപ്പോഴേ ഓക്കെ, അതൊക്കെ ഓക്കെ. അപ്പോഴും നിങ്ങൾ മരിച്ചു പോകില്ലേ? അത്രയും ഞാൻ മരിച്ചു പോയാലും എന്റെ മോൻ അവനാണല്ലോ എനിക്ക് റൈറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സാധനം എഴുതുന്നത്. മോന്റെ പേരെന്താ? അവന്റെ പേര് ചൂയിങ്കൻ. അതും വലിവാണല്ലോ. മലയാള സിനിമ ചരിത്രത്തിൽ, സീരിയൽ ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടുള്ള ഒരു സീരിയലാണ്. ഒന്നിനും കൊള്ളാത്ത, നട്ടലില്ലാത്ത, ചൊറിയുമ്പോഴുടെ കൂട്ടിരിക്കുന്ന ഒരു അച്ഛൻ. ഫ്രഷ്. ഈ അച്ഛൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെ ചൊറിയുമ്പോഴും പോണായിരുന്നു. നട്ടലില്ലല്ലോ, കുഴഞ്ഞാ പോകുന്നത്. ചേട്ടന്റെ സ്വന്തം കഥയാണ്. തന്റേടിയായി, എല്ലാം ഫ്രഷാണേ. തന്റേടിയായ ഒരു അമ്മ, ഫ്രഷ്. ഊമയായ ഒരു മകൾ, അവൾക്ക് ശബ്ദം നൽകാൻ വരുന്ന ഒരു ഡോക്ടർ. അപ്പൊ ഈ ഡോക്ടറാണ് ഈ മോക്ക് ഡബിങ് ആർട്ടിസ്റ്റ്. ഇവന്റെ നാക്ക് ഞാൻ കടിച്ചു പറിച്ചാൽ എടുത്താലും പറഞ്ഞേ. അതല്ലെന്ന്, ഈ പെണ്ണിനെ എന്നെങ്കിലും ഒന്ന് സംസാരിപ്പിക്കണമെന്ന ത്വരയുമായിട്ട് നടക്കുന്ന ഡോക്ടർ. അപ്പൊ ഈ കുട്ടി സംസാരിക്കില്ല ജീവിതത്തിൽ? ഈ കുട്ടി സീരിയലിൽ സംസാരിക്കില്ല. ഊണ് കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയപ്പോ ഈ ഡോക്ടർ തോണ്ടിന്നും പറഞ്ഞ് തെറി വിളിക്കണ കേട്ടോ. ചെവി ഈ ഫ്രൈ പോലെ. ഞാൻ ഊണ് കഴിക്കാൻ നേരത്തെ ഒരു കഷ്ണം എടുത്ത് ഞാൻ തിന്നുകയും ചെയ്തു. പിന്നെ ഈ ഊമയായ പെൺകുട്ടിക്ക് ഒരു ഭർത്താവ്, ഒരു കാമുകൻ, ഒരു ജാരസന്തതി. ഫ്രഷ് ആണല്ലോ. ഇതിനകത്ത് കാമുകനായിട്ട് അഭിനയിക്കണം ഞാനാ. ഞാൻ എന്തൊക്കെ ചെയ്തറിയാമോ? ഞാൻ സീരിയലിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയേക്കണെന്ന് അറിയാമോ? ഓയ്യോ, പുറത്ത് പറയാതിരിക്കാ വേദം, പുറത്ത് പറയാൻ കൊള്ളുകയല്ല. പിന്നെ എന്റെ സീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് എന്റെ സീരിയൽ ഒരു സംപ്രേഷണം ചെയ്തു, അന്ന് തന്നെ 5 പ്രാവശ്യം റീടെലികാസ്റ്റ് ചെയ്യും. ഒരിക്കൽ കാണിച്ചാണല്ലോ, വിടാൻ വേണ്ടിട്ടല്ല. എന്റെ സീരിയൽ കാണാതെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ചിലവന്മാരുണ്ട്. അവന്മാരങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അവന്മാരിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ചിന്തിക്കാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ റീടെലികാസ്റ്റ് ചെയ്തത്. അപ്പൊ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് എങ്ങനെയാണെന്നുള്ള? ഈ കൊച്ചിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 5 പെണ്ണുങ്ങളെ നിരത്തി അങ്ങ് നിർത്തുക. ഫാഷൻ ഷോ അല്ല. പിന്നെ ഈ കൊച്ചിന്റെ അമ്മയെ കാണാൻ ഇവിടെ സെലക്ട് ചെയ്യല്ല. ഇവിടെ ഇങ്ങനെ 5 പെമ്പിള്ളേര് നിൽക്കുന്നു. ഇതിന്റെ അച്ഛൻ ഇവിടെ നിൽക്കുന്നു. അച്ഛനോട് ചോദിക്കുന്നു. ഈ കൊച്ചു കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്. വർഷങ്ങളായിട്ട് തിരയാണ് ഈ കൊച്ചിന്റെ അമ്മ. അതെ, അച്ഛനെ നിർനിമേഷനായിട്ട് നിൽക്കുക. അപ്പൊ കൊച്ചിന്റെ അച്ഛൻ നിർനിമേഷനായിട്ട് നിൽക്കുന്നു. ഈ കൊച്ചു വന്ന അച്ഛൻ പറയാണ്, മോനെ കൊന്നടാ, നീയാണ് ഈ കൊച്ചു. നിന്നെ കണ്ടിട്ട് സീരിയൽ നടൻ എടുക്കണ്ട. എടാ സീരിയൽ നടാ. എന്നിട്ട് നീയാണ് ഈ കൊച്ചിന്റെ അച്ഛൻ, നട്ടലില്ലാത്ത അച്ഛൻ. അത് ഞാനില്ല, പോ മനുഷ്യ. നീ കല്യാണം കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്ത് കഴിക്കുമ്പോ ഇല്ലാണ്ടായിക്കോളൂ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഉണ്ട്. ഞാൻ അഭിനയിക്കണ നേരത്തെ ആക്കി എടുത്തോളാം. അപ്പൊ 5 പെമ്പിള്ളേരും വന്ന് 5 പെമ്പിള്ളേരും സുന്ദരികളായ പെൺകുട്ടികൾ വേണ്ടേ? 5 സുന്ദരികളായ പെൺകുട്ടികൾ വരുമ്പോൾ ഇതിലൊക്കെ ചാൻസ് ഇട്ട് കഴിഞ്ഞാൽ. അതായത് മോളുടെ അമ്മ ആരാണെന്ന് കുട്ടിക്കറിയില്ല. മോൾ ഇത്ര നാളായിട്ടും അമ്മ ആരാണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ ഈ നിൽക്കുന്ന 5 പേരിൽ ആരാണ് എൻ്റെ അമ്മ എന്ന് കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛാ, ഈ കൂട്ടത്തിൽ എന്റെ അമ്മ ആരാ അച്ഛാ? എന്റെ കൊച്ചെ ആരാച്ചാറെന്നല്ല ചോദിക്കേണ്ടത്. കൊച്ചു ഭയങ്കര ഓവർ. ചെറിയ കുട്ടിയല്ലേ സാർ, അപ്പൊ അതിന്റേതായിട്ടുള്ള കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. സാർ ഒരു തവണ ഇങ്ങനെ ഡയലോഗ് പറയൂ. കൊച്ചു അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ മിണ്ടുന്നില്ല. അച്ഛൻ നിർനിമേഷനാണല്ലോ. അപ്പം കൊച്ച് മക്കളോട് അല്ല അമ്മയോട് ഈ കൂട്ടത്തിലിരിക്കണ ആരാണ് എന്റെ അമ്മ എന്ന് ചോദിക്കുക. അവള് ചോദിക്കും. ഞാൻ അതൊന്ന് ഒപ്പിയെടുക്കട്ടെ. ഞാൻ ഈ കൂട്ടത്തിൽ എന്റെ അമ്മ ആരാ? കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് സ്വന്തം അമ്മ വാരി പുണരണം. ഏതോ ആരെയും ചോദിക്കണം. ആരെയും ചോദിക്കണം. ഈ കൂട്ടത്തിൽ ആരാ എന്റെ അമ്മ? പറ, ആരാ എന്റെ അമ്മ? അയ്യോ, ഒരുപാട് കൊലകൾ അവിടെ മൈക്ക് താഴെ പോകും. അവൾ എന്താ താഴെ ഇടണമെന്ന് ഓർത്തിരിക്കുക. ഈ കൂട്ടത്തിൽ ആരാ എന്റെ അമ്മ? ശരിയായോ?
കൊച്ചു ലൈഫില്ല Sir, ഓവർ ആക്ഷൻ ചെറിയ കുട്ടിയല്ലേ എന്നെ സാർ ഒന്ന് ചെയ്ത് കാണിക്കൂ. ഓവർ ആക്ഷൻ അല്ല സാർ ഒന്ന് ചെയ്ത് കാണിക്കൂ. അത് തന്നെ അല്ല എന്നാലല്ലേ കുട്ടിക്ക് ആ ഒരു പൾസിൽ ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിച്ച് കാണട്ടോ മോളെ. അതിനനുസരിച്ചിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ട്. കേട്ടോ ശ്രദ്ധിക്കണേ. ഈ സാധനം മൂത്ത് വരണം. മോൾ ആദ്യം കാണിച്ച ഓവറാ. എന്താ മോളെ ആദ്യം കാണിച്ച ഓവറാ. ഞാൻ കാണിച്ച സാധനം ഇത് ലൈഫ് ഞാൻ ഒറ്റ അടിക്കാൻ കഴിച്ച് കാണിക്കും. അപ്പൊ അത് കണ്ട് മോളത് ഒറ്റ കണ്ട് കളിച്ചാണ് കേട്ടോ. ഈ കൂട്ടത്തില് 5 പെൺകളിൽ ആരാണ് അഭിനയമാണോ നാടോടി നൃത്തമാണോ? ഇല്ല, ഞാൻ അവിടെ വന്നതിന്റെ ഒരു ഇത് ഫ്ലോ കളഞ്ഞോടെ. ചേട്ടാ ആധുനിക യുഗത്തിലാണല്ലോ നമ്മള്. ഇനി വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തയാണ് പുള്ളിയുടെ. അഭിനയം എങ്ങനെയാവുന്നല്ലേ? ഇനി ഒരു കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്തുള്ള മോൾ കണ്ടില്ലേ, ഇനി അമ്മമാരുടെ അടുത്ത് ചെല്ലുന്ന സീനാണ് എനിക്ക്. ഇവിടെ നിൽക്കുക, ഇവിടുന്ന് തന്നെ പോണം. ഇങ്ങനെ പോയാൽ സ്റ്റേജില് ബാക്കി വശം കാണും. അപ്പൊ ഇങ്ങനെ പോകരുത്, ഇങ്ങനെ തന്നെ പോണം. സുധി ഒന്ന് നോക്കണേ. ആരാണ് അച്ഛൻ്റെ അമ്മ? അയ്യോ അമ്മേ, പറമ്മേ, ഏതാണമ്മേ? എന്റെ അമ്മ ആരാണ്? പറ. ഇത്രയും നാളും എനിക്ക് പാല് തരാതെ ഒളിച്ചോടി നടന്നത് എന്റെ അമ്മ നിങ്ങളാണോ? പറയമ്മേ. ഇതാന്ന് തോന്നുന്നു. അമ്മേ, നിങ്ങളാണ് എനിക്ക് പാല് തരാതെ ഇത്ര നാൾ മുങ്ങി നടന്ന അമ്മ. നിങ്ങളാണോ അമ്മേ? അമ്മേ പറയമ്മേ, അമ്മയാണോ? എനിക്ക് ഇത്രയും നാള് ഇങ്ക് തരാതെ കാലിൽ കിടല്ല. അതാണോ എന്റെ അമ്മ? ശബരിമലയ്ക്ക് പോയിട്ട് വന്ന് നിൽക്കണ വഴിയാണല്ലോ. എന്റെ അമ്മ ഇല്ല, ഷേപ്പ് വെച്ച് ഇതാണ് എന്റെ അമ്മ. ഇതാണ് എന്റെ അമ്മ. എടോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കുഞ്ഞാണോ ചെയ്തേ അതോ നാറാണത്ത് ഭ്രാന്തനാണോ? അതോ മോളെ, ഇതാണ് ലൈഫ്. ഇപ്പോഴുള്ള ആളുകൾക്ക് ഇല്ലാത്ത, നടീനടന്മാർക്ക് ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത്. മികച്ച നായകന്മാരും നായികമാരും വരെ ഇത് കണ്ട്. കാരണം അടുത്തതായിട്ട് വരാൻ പോകുന്ന മോൾ ഇതുപോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിർബന്ധിച്ച മോക്ക് ഞാൻ എന്റെ സീരിയൽ ഞാൻ വേഷം തരാം. നമ്മൾ നിർബന്ധിക്കും വേണല്ലേ? കോള് വരും. ഹലോ, മെഗാ സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ ലോകേഷ് കുമാർ. നേർക്ക് ഫോൺ വരുമ്പോഴേക്കും ലൈഫ് അങ്ങനെയോ? എപ്പോ അഭിനയിക്കുന്നേ? അയ്യോ ഒന്നും ചെയ്യരുത്. അപ്പൊ അല്ല, അതെ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ അങ്ങോട്ട് വന്നോളാം. പ്രശ്നം തീർന്നില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ. എന്താ പ്രശ്നം? അതായത് എന്റെ 2 ലോറി കണ്ടെയ്നറിന്റെ സ്ക്രിപ്റ്റ് പുറത്ത് കിടക്കുവാണല്ലോ. അത് പോലീസുകാർ പിടിച്ചു. അവരത് വായിച്ചിട്ട് എന്നെ രാജദ്രോഹത്തിന് ഇപ്പം കുറ്റം ചുമത്തി എന്നെ അകത്താക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോവുക. അപ്പൊ ചാൻസ് 3 തലമുറ അഭിനയിക്കണ്ടേ? ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷേ ഈ സീരിയലിന്റെ പേരിന് ഇത്തിരി മാറ്റം വരുത്തും. ഈ അറബിക്കടലിന്റെ അറ്റം തേടി എന്ന് പറയുന്ന സീരിയൽ, ആ സീരിയലിന്റെ പേര് ഇത്തിരി മാറ്റിയിട്ട് ഇരുമ്പഴികൾക്കുള്ളിൽ നിന്നും ഒരു കഥാതന്തു. അവിടെ ഇരുന്ന് എഴുതുവോ? അവിടെ ഇരുന്ന് ഞാൻ എഴുതും. അവിടെ ഇരുന്ന് എഴുതിയിട്ട് ഈ ക്രാസിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ എഴുതുന്നു, ക്രാസിയുടെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് എഴുതുന്നു, ക്രാസിയുടെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് എഴുതുന്നു, ക്രാസിയുടെ ഉള്ളിൽ. അപ്പൊ ഈ കൊച്ച് അഭിനയിക്കുന്നു, അമ്മയാവുന്നു, മുത്തശ്ശിയാവുന്നു. മുത്തശ്ശിയാവുന്നു, അമ്മയാവുന്നു. അപ്പൊ ഈ മഴ, അയ്യോ മഴയെല്ലാം ഉണ്ട്. ഞാനത് ഇങ്ങോട്ടങ്ങ് പോയേക്കുവാ. അങ്ങനെ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് പുതുപുത്തൻ ഓഫറുകളുമായി, ശരിക്കും കേരളക്കര ഇന്നോളം കാണാത്ത വമ്പിച്ച ഓഫറുകളുമായി മൈജിയുടെ ഷോപ്പിംഗ് ഫെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റ് ഇതാ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. www.myg.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലോഗിൻ ചെയ്യുക. വേറൊരു റേഞ്ച് കൈൻഡ് ഓഫ് ഷോപ്പിംഗ് ന്യൂ ഇയർ സെയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മികച്ച സർവീസ് സപ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പ്രസ് ഡെലിവറിയും അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസും നിങ്ങൾക്ക് മൈജി ഒരുക്കുന്നുണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. സ്റ്റാർ മാജിക്കിൽ കളിക്കാൻ പറ്റിയൊരു ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ വിധി എഴുതാം ഈ ഗെയിം എന്തായിരിക്കും ഒരു ക്ലൈമാക്സ് എന്നുള്ളത്. ഞാൻ ഇതുവരെ ഒരു ഗെയിമിലും ക്ലൈമാക്സ് പറയാറില്ലല്ലോ, പക്ഷെ ഇത്തവണ നമ്മൾ ക്ലൈമാക്സ് പറഞ്ഞിട്ട് തുടങ്ങാൻ പോണേ. പറയട്ടെ, നിങ്ങൾ എല്ലാവരും പേടിച്ച്
പേടിച്ചിരിക്കുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കണേ? വെറുതെ അയ്യോ കുളിക്ക് ചിരിക്കുമ്പോ വയറുകളെ പ്ലക്കോ പ്ലക്കോ എന്ന് പറയുമ്പോ ഭയങ്കര രസമാണ്. ഓക്കെ ഓക്കെ പറയട്ടെ. എനിക്കിത് കാണുമ്പോഴല്ലോ കാലയിൽ ഇങ്ങനെ തുത്തൊക്കെ ഉള്ളൊരു പ്രാവ്, ആ ഒരു ഫീൽ എനിക്ക്. താങ്ക് യു. നല്ല കാര്യമല്ലേ പ്രാവ്? ടെൻഷനായി എന്താ പറയാൻ പോണെന്ന് വിചാരിച്ചിട്ട്. ഭാഗ്യം അതാണ്. ശരി, അപ്പോഴേ നമ്മൾ ക്ലൈമാക്സ് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ഗെയിം കളിച്ച് കഴിയുമ്പോ നമ്മളിതാ ഈ ഒരു അവസ്ഥയിലായിരിക്കും. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ദാറ്റ് ഈസ് എട്ടിന്റെ പണി. എട്ടിന്റെ പണി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സോ സിമ്പിൾ. ഈ ഗെയിം കളിച്ചു കഴിയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും എട്ടിന്റെ പണിയായി പോയല്ലോ എന്ന് ഇവര് തന്നെ മനസ്സിൽ വിചാരിക്കും. എങ്ങനെ ഈ ഗെയിം കളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ആദ്യം കളിച്ച് കാണുന്നത് മതി, അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 2 ടീമിൽ ഓരോരുത്തരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സിംഗിൾ ടച്ച് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് നമ്മളിത് എറിയാൻ വേണ്ടി നോക്കണം. അനുവും അതുപോലെ തന്നെ ഈ ടീമിൽ നിന്നും ശ്രീവിദ്യയും വന്നോന്നിരിക്കട്ടെ. അനുവും ശ്രീവിദ്യയും കൂടെ ജസ്റ്റ് 1 ടച്ചിൽ നിങ്ങൾ ഇത് എറിയുന്നു. സപ്പോസ് ശ്രീവിദ്യയുടെയാണ് കറക്റ്റ് യെല്ലോയിലേക്ക് വന്നേന്നുണ്ടെങ്കിൽ ചേട്ടാ ഊഹിക്ക് ചേട്ടാ, ഇമാജിനേഷൻ. ശ്രീവിദ്യക്ക് 1 പോയിന്റ് കിട്ടും. അനു അപ്പൊ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വരിക, ഈ പൂളിലേക്ക് നിൽക്കുക. അതിന് മുമ്പായിട്ട് ആ യെല്ലോ കളർ ബലൂൺ എടുക്കുക. ബലൂണിന്റെ പിന്നിൽ, ആ പ്ലേറ്റിന്റെ പിന്നിൽ നമ്മൾ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളുടെ മേലേക്കുള്ള ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഒന്നും മിണ്ടണ്ട, പൂളിലേക്ക് വരിക. ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സ് ആയിരിക്കും ആ ഒരു അഭിഷേകം ചെയ്യുന്നത്. അതെന്ത് അഭിഷേകമാണെന്ന് ചിലപ്പോൾ പേടിക്കണ അഭിഷേകമായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഗെയിം ഒക്കെ മനസ്സിലായല്ലോ. ഇത്രേ ഉള്ളൂ ഗെയിം. അപ്പൊ ഇതിൽ വെട്ടിന്റെ പണിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കുന്നതിന് മുമ്പ് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ വന്നോളൂ. തന്ത്രപരമായിട്ട് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് അയ്യോ, ഇത് ആരുടെ സെലക്ഷൻ? അയ്യോ പച്ചത്തവള ചേട്ടാ, തന്ത്രപരമായിട്ട് പറഞ്ഞപ്പോഴേ ആരോട് ചോദിക്കലൊന്നുമില്ല. അനുക്കുട്ടിക്ക് സ്വയം തോന്നി ഈ ടീമില് ബുദ്ധി ഉള്ളത് എനിക്കാണ്, ഞാൻ വന്നാലേ ജയിക്കുള്ളൂ. അനു അങ്ങനെ വരാനുള്ള റീസൺ എന്താ? കാരണം പറഞ്ഞാൽ എനിക്കിത് എറിഞ്ഞ് ശീലം ഉള്ളതുകൊണ്ട് ആ ബോൾ അതിൽ വീഴുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എനിക്ക് പണിഷ്മെന്റ് അസിസ്റ്റി കൊടുക്കാം. ഓക്കെ ഓക്കെ ശരി, നോക്കാട്ടോ. അനു ഭയങ്കര കോൺഫിഡൻസ്. അസീസ്ക എന്തറിഞ്ഞിട്ടാണ് വന്നത്? അല്ല, അങ്ങനെ തന്ത്രമൊന്നുമില്ല, നല്ലൊരു പ്ലെയർ ആണ് അസീസ്ക. ഓക്കെ, അപ്പൊ സൂക്ഷിച്ചിരുന്ന് കണ്ടോളൂ. സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടായിട്ടുണ്ടാവില്ല. ഗെയിമിന്റെ പേര് പോലെ തന്നെ എട്ടിന്റെ പണി ഇപ്പൊ കിട്ടും. അതിനു മുമ്പ് ഓരോരുത്തരാണ് ഇൻഡിവിജ്വൽ ആണ് കളിക്കേണ്ടത്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തീരുമാനം ഏകദേശം വീണ്ടും അവളൊരു ഉദ്ദേശം. You can, man. ആ ഗ്രീൻ ബലൂൺ എടുത്തു നോക്കൂ. മിണ്ടണ്ട. എട്ടിന്റെ പണി എന്താണെന്നുള്ളത് ഇപ്പൊ അറിയാം. ഗ്രീനിലാണ് അനു വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ബലൂൺ ആണ് അസിസ്ക എടുക്കേണ്ടത്. നല്ല കുട്ടിയായിട്ട് എടുത്തിട്ട് ഫ്രെയിമിൽ കാണിച്ചോളൂ എന്താ എഴുതിയിട്ടില്ലെന്ന്. എന്താണ്? ചാണക വെള്ളം. എന്താ? കുറെ കാലമായി ഒന്ന് ചാണകത്തിൽ കുളിക്കണം സാധിച്ചു. ഇപ്പൊ ഗെയിമിന്റെ പേര് എന്താന്ന് മനസ്സിലായോ? ചാണക വെള്ളം. ശരി, അപ്പൊ ഈ മിണ്ടണ്ട, വേഗം ഈ പൂളില് കയറിക്കോളൂ. ചാണകവെള്ളമാണ് തോറ്റ അസീസ്ക്ക് കിട്ടിയിട്ടുള്ളത്. അസീസ്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു തോറ്റാലും. അനുവിന്റെ മേലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. റെഡി, 1, 2, 3. ചാണകം ഒറിജിനലാ. മധുരില്ലാത്ത പായസം പോലെ. ഇപ്പൊ ആഗ്രഹം കുറെ നാളെ അവിടെ മണം. അനുവിനെ കണ്ടിന്യൂ ചെയ്യാം. അടുത്താണ് ഈ ടീമിൽ നിന്ന് ഒരാൾക്ക് വരാട്ടോ. ഇതാരത്? Your countdown, please. 3, 2, 1.
ഇനി ഗ്രീനിലിട്ടിട്ട് കാര്യമില്ല. അസിസ്ക സൂപ്പർ അല്ലേ? സുബിയാന come on just miss it ഹലോ ഹലോ. ഇല്ല ഇല്ല വീണയില് വീണ പോയിന്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, അത് കൂട്ടില്ല. വീണേല് വീണാ പോയല്ല, ചിലപ്പോ തമ്പുരൂല് വീണാ പോയിട്ടുണ്ടാവും. അസീസ എന്നത് ചേച്ചി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡ്രസ്സാ ചേച്ചി ഇത്. ചേച്ചി ഇഷ്ടപ്പെട്ടിട്ടല്ലേ, മോള് ഇഷ്ടപ്പെട്ടിട്ടല്ലേ? എന്തായിരിക്കും? അതെ, അത് അനുവിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. വേഗം ഓടിപ്പോയിട്ട് ഇത് കണ്ടിട്ട് അസീസിന്റെ കൂടെ ഇരിക്കും. തിരിച്ചിരിക്കും. അതാണിത്. അസീസ കിട്ടിയ കൊല്ലസൂതിയുടെ കയ്യിൽ നിന്നും കിട്ടുന്നു. ചാണകവും അതുപോലെ തന്നെ ഷേവിംഗ് ഫോമും കൂടെ മിക്സ് ചെയ്യുമ്പോഴൊരു സ്പെഷ്യൽ സുഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പോയിന്റ് സുധിച്ചേട്ടനും കിട്ടിയിട്ടുണ്ട്. നേരത്തെ അനു സ്കോർ ചെയ്ത പോയിന്റ് അത് വേറെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് സുധിച്ചേട്ടനെ കണ്ടിന്യൂ ചെയ്യാം. ഹലോ, സുധിച്ചേട്ടൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇനി ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഒരാൾക്ക് ജോയിൻ ചെയ്യാം. ആരാ വരണേ? ഈ വാ വിളിച്ചു നിൽക്കുന്ന മുട്ടുള്ള യുവതി ഇറങ്ങി ചെല്ലുമ്പോ ചെല്ലേ, എല്ലാരും കളിക്കണം. ആ അങ്ങനെന്നല്ലേ ചെല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഒരു സീക്രട്ട് ഉണ്ട്, ഒരു ഗംഭീര സംഗതി ഉണ്ട്. അത് ആർക്കാ കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. അവരെന്തായാലും ഭയങ്കര ലക്കിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അനുവിനെ കണ്ടിട്ടേ ആയുർവേദ ലാടവൈദ്യനോ മൊത്തം നിറച്ചിട്ടൊക്കെ വന്നിരിക്കൂല. എല്ലാ വൈദ്യത്തിന്റെ എല്ലാ മരുന്നും ഒക്കെ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ സാധനം കിട്ടുന്ന ആളെ എങ്ങനെ നിങ്ങൾ ഉപമിക്കാന്ന് എനിക്കറിയില്ല. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് വയ്യ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. Subiana come on you can ആ യെല്ലോ ബലൂൺ എടുത്തോളൂ, എന്നിട്ട് അത് തിരിച്ചു കാണിച്ചോളൂ. ചേട്ടന് ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗ്യം ജഗദീഷ് പോണാര് പോയിട്ട് അവിടെ നിന്നോളൂ. പ്ലേറ്റ് കാണിച്ചോളൂ. മുട്ടവെള്ളം. യെസ്, മുട്ടയുടെ വെള്ളം. ചീമൊട്ട കയറി ഇട്ടം പോലെ കൊണ്ടിട്ടുള്ള നമുക്ക് ഒന്നും വലിയ വീഴ്ച. ഈ മുട്ട മേത്ത് വീണ എനിക്ക് പുള്ളിനെ വറുത്തടിക്കാനുള്ളത് ആരും പിടിക്കരുതേ. ശരി, റെഡി, 1 2 3 ഗോ. സുധിയാണന്റെ ടീമിലെടുത്ത് ഔപചാരികമായി അടുത്ത മാമനെ കൂടെ കൊണ്ടുപോകുന്നു. ചേട്ടാ, അനുവിന്റെ അടുത്തിരിക്കില്ല, അവള് തലയിൽ നക്കും. കേരളിൻ അവളെ നിന്ന് കണ്ടു വളർന്നതല്ല. നല്ല മണമുണ്ട്. ഏയ് അസീസേ, അവിടെ ഇരിക്കുന്ന ചാണകത്തിനങ്ങനെ വലിയ കാറ്റോ? അസീസ് അങ്ങനെ പറയല്ലേ, പൊള്ളിച്ചെടുത്ത കിടു സാധനാണ്. പൊള്ളിച്ചെടുത്താ മതി. എന്താണ്? അയ്യോ, എഗ്ഗിയൊക്കെ അവിടെ കേൾക്കുന്നു. ഇത് പകലിക്ക് ഇത് അതാ ഇതിലും നല്ല എന്നെ വല്ല ക്ലോസറ്റിലും കൊണ്ടിടുന്നായിരുന്നു. എക്സ്ക്യൂസ് മീ, 1
എണീറ്റോളൂ കേട്ടോ. നമുക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒറ്റപ്പെട്ടിരുന്നാ മതി. എണീറ്റോളൂ, കമ്പനിയുടെ റൂൾ അതാ. ഇതെന്താണ് ഇത്? മറ്റേ ലിമിറ്റഡ് ഷോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും പോലെ. നിങ്ങളുടെ ക്ലാസ്സിലെങ്കിലും ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരുന്നിട്ടുണ്ടോ? ഭയങ്കര അത്ഭുതം. സ്റ്റാർ മാജിക്കില് ഇതുവരെ ഇങ്ങനെ ഇരിക്കണ ഞാൻ കണ്ടിട്ടില്ല. മമ്മായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്ന് കൺകുളിർക്കൊന്ന് കണ്ടോട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. ഏതായാലും നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. സുധിയുടെ മണം അസഹനീയമായി വരുമ്പോ അസീസ് സ്വന്തം കൈയെടുത്ത് റോസാപ്പൂ മണക്കണാതിന് മണക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇത് കളിക്കാത്തവർക്കായിരിക്കും കേട്ടോ ചാട്ടവാറടി കിട്ടാൻ പോണേ. കാരണം ക്യാപ്റ്റൻ ഒരാൾ അവിടെ എത്തി, അടുത്താൾ അധികം വേഗം. ഞാൻ അടി കൊണ്ടോളാവേ. അപ്പൊ ഇനി കരളിന്റെ കൂടെ അടുത്തതായിട്ട് ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ആരാ വരാൻ പോണേ? കരളിന്റെ കൂടെ ലിവർ ആരെങ്കിലും ഓക്കെ, അപ്പൊ കരളും ലിവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവരെങ്ങനെയായിരിക്കും, ഇവര് സ്വയം വറുത്തടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഐഷു കമത്തിയടി. എറിഞ്ഞിട്ട് ബോള് ചളങ്ങിയിട്ട് ഉദ്ദേശിച്ച മൈദപ്പൊടി. അടിപൊളി. ഐഷുവിനെ നമുക്ക് ഐഷു പൊറോട്ട ഉണ്ടാക്കിയല്ലോ. കരളിനൊരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വാ പൊളിക്കുന്ന മുട്ടുമായി. ഓക്കെ, റെഡി? ഓ, കണ്ണു തെളിക്കുന്ന മുട്ടും. റെഡി? 1, 2, 3, go. അടിപൊളി. സന്തോഷായോ? വെൽക്കം ടു അവർ ക്ലബ്. എന്നൊക്കെ മുത്തശ്ശി കഥയിലെ അമ്മൂമ്മയുടെ കൂട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാൻ പോവേണ് പഞ്ചാബില്. ഞാൻ അവിടെ പോയിട്ട് കുടുംബമായിട്ട് ജീവിക്കാൻ പോവേണ്. എന്തായാലും 2 പെണ്ണും 2 ആണുമായി. ശരിക്കും ജയിച്ചോണ്ടിരിക്കുകയാണ്. ബിൻചേട്ടന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗുഡ് ജോബ്. അടുത്ത 2 പേരിനി വരൂ. ജോയിൻ. കം ഓൺ. ക്യാപ്റ്റൻ അപ്പ് അപ്പ് ക്യാപ്റ്റൻ അപ്പ് അപ്പ് ക്യാപ്റ്റൻ അപ്പ് അപ്പ് ബിൻചേട്ടൻ അപ്പ് അപ്പ് ബിൻചേട്ടൻ അപ്പ് അപ്പ്. എന്റെ മുത്തിറങ്ങും. ശരി, അടുത്തത് ഇപ്പുറത്താരാ? അപ്പ് അപ്പ് യു വാ അപ്പ് അപ്പ് യു വാ അപ്പ് അപ്പ് യു വാ. അടിമാലിയുടെ ടീം ജയിച്ചതായി നമ്മൾ പ്രഖ്യാപിക്കുന്നു. എത്ര നാളായി ഞാൻ കണ്ടിട്ട്. വന്നേ, എത്ര നാളെന്നറിയോ കണ്ടിട്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എനിക്ക്. കളി ചെലപ്പോ നമ്മള് ജയിച്ചാലോ. ജയിക്കുള്ളൂ. ബിൻചേട്ടനെ പാവം മനുഷ്യൻ ജയിച്ചിട്ട് വിഷമിച്ച് നിൽക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം 2 പേർക്കും ഭയങ്കര സ്പിരിറ്റ് ഉള്ള 2 പേരാണ്. ഐ മീൻ കോമ്പറ്റീഷൻ സ്പിരിറ്റ്. ഓക്കെ, ഇവിടെ ശ്രീവിദ്യ, അവിടെ കിഷോറേട്ടൻ. എന്താ സംഭവിക്കാൻ അറിയില്ല. എന്നാലും ഇപ്പൊ 4 പേരായിട്ടുണ്ട് പഞ്ചാബിലേക്ക് പോകാനായിട്ട്. ശരി, ഓക്കെ, അപ്പൊ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. ഇപ്പൊ ബിൻഷാന്റെ ടീമാണ് ലീഡ് ചെയ്തോണ്ടിരിക്കണേ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ശ്രീവിദ്യ കമാൻഡർ. ഞാൻ തന്നെ. ശ്രീ കമാൻ. പുരുഷ കമാൻ. ശ്രീവിദ്യ, നിന്റെ വിദ്യ കയ്യിലിരിക്കുള്ളൂ. എനിക്ക് ബിനിച്ചേട്ടനായാലും മതി. അല്ല, അങ്ങനെ അതൊന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമോ താല്പര്യമൊന്നുമില്ല. ഞാൻ വെറും മക്കുടനാ.
അല്ല ശ്രീവിദ്യ പറയുന്നത്. ഞാനൊരു നട്ടലില്ലാത്തവരെ എനിക്കത് വിനിച്ചേട്ടായ സന്തോഷം കാരണം സ്ഥലം വേണ്ടേ നീ അങ്ങനെ കൂടുതൽ സന്തോഷം. നീ സുരേഷായാ മതി. സുരേഷ് നീ അത്ര സന്തോഷം അങ്ങനെ നീ എന്നാ കിഷോറേട്ടന്റെ ഭാഗ്യം പോലെ. നെടുമങ്ങാടുന്ന് വന്ന് ചാണകവെള്ളം ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനെ മീൻ വെള്ള ഒരു നെടുമങ്ങാട് ചാണകവെള്ളത്തിൽ കുളിച്ചിരിക്കണം. എന്താണ് കാടിവെള്ളം. ശ്രീവിദ്യക്ക് മോളിൽ കയറണം എന്നാ പറഞ്ഞേ. കയറിക്കോളൂ, സൂചി എടുത്തോളൂ. ഷർട്ട് എളുപ്പമായി. ഷർട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. തരൂ തരൂ കിഷോറേട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത പണി. ഒരാവശ്യമില്ലാത്ത പണി. ഓക്കെ, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ ഡബിൾ പണിഷ്മെന്റ് ആയി. ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ റെഡി ശ്രീവിദ്യ, കം ഓൺ. 1 2 3 മിസ് ചെയ്യരുത്. ഇപ്പൊ തലക്കകത്തും പിണ്ണാക്ക് പുറത്തും പിണ്ണാക്ക്. അപ്പൊ ഇപ്പൊ എല്ലാരും പഞ്ചാബിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ എന്നാണ് കേട്ടത്. നിങ്ങൾ കള്ളവണ്ടി കയറരുത് കേട്ടോ. വെൽക്കം ടു അവർ ക്ലബ് എന്നൊക്കെ. ശരി, ഓക്കെ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം കഴിയുമ്പോ ഗ്രേവി മുക്കി കൊടുക്കുവല്ലേ. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് വിനു അടിവാളി ആന്റി. ചേട്ടാ ഒന്ന് പോയി ആഹ്ലാദിപ്പിൻ. അങ്ങനെ അതിൽ പൊട്ടിക്കാനുണ്ടോ? ഇല്ല. ആഹ്ലാദിപ്പിൻ. വിജയിച്ചവരല്ല അവിടെ നിൽക്കട്ടെ. ശരി, ഇനി നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ പഞ്ചാബിലേക്ക് പോവല്ല. അതിന് മുമ്പ് നിങ്ങൾക്ക് കേരളത്തിൽ ഒന്ന് അർമാദിക്കാൻ വേണ്ടിട്ട്, കൊച്ചി മണിയുടെ ഒന്ന് അർമാദിക്കാൻ വേണ്ടിട്ട് ഒരു സോങ് ഇട്ടതാ. അവളെ സൂക്ഷിക്കണം. അപ്പൊ ഇതല്ലേ ഇപ്പം ജയിച്ച ടീം ബിൻചേട്ടന്റെ ടീമാണ്. പക്ഷെ കളിക്കാത്തവരുണ്ട് തോറ്റ ടീമില്. അവരാണ് ഇന്ന് അടി വാങ്ങാൻ വേണ്ടി വരണത്. അപ്പൊ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു, അതായത് എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞു അല്ലേ? തോറ്റ ടീമിലെ എല്ലാരും കൈബന്ധിക്കൂ. തോറ്റ ടീം. ശ്രീവിദ്യ തോറ്റ ടീമിലാണോ? ഞാൻ തോറ്റ ടീമില്ല, പക്ഷെ കളിച്ച് ജയിച്ച ആളാ. തോറ്റ ടീമിൽ ജയിച്ച ടീമാണ്. എന്തായാലും തോറ്റുപോയില്ലേ. അപ്പൊ പ്രായക്കുറവായതുകൊണ്ട് തമ്പുരുവിനെ നമ്മള് മാറ്റുകയാണ് കേട്ടോ. യെസ്, തമ്പുരുവിനെ. പ്രായ കൂടുതലായതുകൊണ്ട് എന്നെ മാറ്റാൻ വല്ല. അപ്പൊ ജയിച്ച ടീമിന്റെ ആൾക്കാർ വന്നോളൂ. ഓക്കെ, എന്നാ ചെയ്യാ സാർ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരാണല്ലേ? പിടിച്ചോളൂ. ശ്രീവിദ്യ വാ. കളിച്ച് കഷ്ടപ്പെട്ട് ജയിച്ചവരാണ്. ശരീരം അനങ്ങാത്ത ഒരു മനുഷ്യൻ തല്ല. അതാണ് ചേട്ടാ എന്തു കേട്ടോ, ചേട്ടൻ വെറുതെ ഇരുന്നല്ലോ കേട്ടോ. ഞാൻ അധ്വാനിച്ചിട്ടാ ജയിച്ചേ. ആ കാടിവെള്ളം മുഴുവൻ എന്റെ കഠിനാധ്വാനാ. ആണോ? നിന്റെ കഠിനാധ്വാനം കാടിവെള്ളം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ബാക്കിലെ ക്ലാസ് ഉണ്ട്. റെഡി 1 2 3 ഗോ. ഞാൻ അടിച്ചില്ല. അതിന് ഫ്രണ്ടിൽ കയറി അടിക്കുമ്പോ അര മുറിഞ്ഞ് അപ്പുറം പോണം, കാൽഭാഗം ഇപ്പുറം പോണം. എനിക്ക് അതാണ് എന്റെ ശൈലി. ഞാൻ അറിയില്ല, ഞാൻ ഭയങ്കര കളരി ജയിച്ച ഒരാളെ തള്ളണേട്ടാ. 1 2 3 ഗോ. ഓക്കെ, അടുത്തത് ഇനി ആരാ ഉള്ള? ഞാൻ പരസ്യം കയറി നിൽക്കുക. കളീനാണോ? അല്ല, ബിൻചേട്ടൻ കഴിഞ്ഞു. ഇനി ഷിയാസ്. ഞാനതൊരു കറക്റ്റ് ട്രാക്കിൽ വന്നതാണ്. ഇവനാണ് അടി മിസ്സാക്കും, ഞാനാണ് കറക്റ്റ്. അയ്യോ, വൈരാഗ്യം വെക്കരുത് കേട്ടോ. ഇവിടെ ചില ആളുകൾ വൈരാഗ്യം വെക്കും. ഒരിക്കലും എനിക്ക് നിങ്ങളെ ഇന്ന് പരിചയപ്പെട്ടു. മച്ചാനാണ് മച്ചാൻ. മച്ചാ. ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ. അയ്യോ, ഇംഗ്ലീഷ് ഒക്കെ അതല്ല, അത് അടിച്ചു വന്ന് കല്യാണം വിളിക്കാതിരിക്കരുത് കേട്ടോ. ഒരിക്കലും ചെറുക്കനെ നടു തളർത്തി കളഞ്ഞാൽ നിന്നെ കല്യാണം വിളിക്കില്ല. വേറെ റെഡി 1 2
പതുക്കെ പതുക്കെ ഓ അയ്യേ പതുക്കെ ഓ അടിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്ന വൃത്തിയിട്ടനെ. ശരി, ഞാൻ പതുക്കെ അടിച്ചു. അസീസ്ക ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നാട്ടം ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ മുഖമായിട്ടോ ലക്ഷ്മി ചേർച്ച കാണിച്ച് അടിപൊളി. ഷൂ ഈ പെണ്ണ് കാണാൻ വരുവാണെങ്കിൽ ഈ മുഖമായിട്ട് നിന്നാ മതി കേട്ടോ. അപ്പൊ തന്നെ കെട്ടിക്കൊണ്ടു കുതികളിയുടെ തലയിൽ കിളി മുട്ട ഇട്ടിട്ട് പോയോ. ശരി, അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം കഴിയുമ്പോ 8ന്റെ പണി കിട്ടിയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ ക്ലൈമാക്സ് ഞാൻ ആദ്യം പറയാൻ കാരണം എന്താന്ന്? അപ്പൊ 8ന്റെ പണി എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് വിനു, അടിമാലി ആൻഡ് ടീം. അപ്പോഴേ ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഗുഡ് നൈറ്റ്.